എനിക്കിവിടെ സുഖം തന്നെയാണ്. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ ചിക്കൻ പെരളനാണ്. നാടൻ കറിയാണ്, അതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കി അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം. എന്റെ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് അത് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്ത് തന്നെയാണ് ബെല്ലൈക്കൺ വരുന്നത്, അതൊന്ന് പ്രസ് ചെയ്യുക. എല്ലാവരും പ്രസ് ചെയ്യുന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസും അതിന്റെ എങ്ങനെ ഉണ്ടാക്കുന്നതും കാണാം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള മസാല ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. സിമ്മിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി 4 ടീസ്പൂൺ, 4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അതേപോലെ മഞ്ഞൾപ്പൊടി, ഇതൊന്ന് ചൂടാക്കി എടുക്കുക. എത്ര മതി, ചൂടായിട്ടുണ്ട്. ഇനി നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. ചിക്കനും കൊണ്ടുള്ള എന്താണ് ചിക്കൻ പിരളനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ എന്ന് പറഞ്ഞാൽ തനി നാടൻ വിഭവമാണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് 3 കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇതിലേക്ക് ഇടണം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു അരമണിക്കൂർ. എനിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇടാം. ഒരു അരമുറി തേങ്ങാക്കൊത്തുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ നാരങ്ങ നീര്, ഒരു അരമുറി നാരങ്ങയുടെ നീര്. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പറയാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ട് വയ്ക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇടാം. പിന്നെ വേണ്ടത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ്. ഇത് ഞാനിതിലേക്ക് ഇട്ട് വയ്ക്കും. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ. വെളിച്ചെണ്ണ. ഇത് എല്ലാം കൂടി ഒന്ന് ഇനി മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ വെക്കണം. അതിനുശേഷം ഇനി കുക്ക് ചെയ്യുന്നത് കാണിക്കാം. നമ്മളിനി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ എന്ന കണക്കിനാണ് ഒഴിച്ചിരിക്കുന്നത്. ഉള്ളി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഇഞ്ചി ചതച്ചതാണ്. ഇതൊരു ഇത്ര പോലെ ഒരു പീസ് ഇഞ്ചി ചതച്ചതും, അതേപോലെ തന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി. അതിലേക്ക് പച്ചമുളക് ഒരു 4 എണ്ണമാണ്, അത് അരിഞ്ഞതും അതിലേക്ക്. അപ്പോൾ ഉള്ളി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ നേരത്തെ നമ്മൾ അരമണിക്കൂറായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് ഇതിലേക്ക് ഇടാം. ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ 1 കിലോനെക്കാട്ടിൽ കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ഇടുന്ന മസാല കുറച്ചും കൂടി മസാല നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. 1.5 കിലോ ഉണ്ടാവും. അപ്പോൾ നേരത്തെ ഇട്ടതിനെക്കാട്ടിലും ലേശം കൂടി മസാലപ്പൊടികൾ നമ്മൾ ആഡ് ചെയ്യണം. അത് ഞാൻ പറയാം. ഇത് നമ്മൾ വെള്ളം ഒഴിക്കണില്ല, വെളിച്ചെണ്ണ ലേശം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടികൾ ഇടാൻ തുടങ്ങുകയാണ്. 1 ടീസ്പൂണും കൂടി മല്ലിപ്പൊടി ഇടുകയാണ്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് എക്സ്ട്രാ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ചിക്കൻ കൂടുതലുണ്ട്. 1 കിലോനെക്കാട്ടിൽ ലേശം കൂടുതലുണ്ട്. അതുകൊണ്ട് ലേശം കൂടി മസാല വേണം. ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. ഇനി
തീ വളരെ കുറയ്ക്കണം. കാരണം വളരെ കുറഞ്ഞ തീയിലിങ്ങനെ ഇത് മെല്ലെ വാറ്റി വേവിച്ചെടുക്കണം. അങ്ങനെയാണ് ഈ ചിക്കനെ ചെയ്യേണ്ടത്. എന്നാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. വെള്ളം തീരെ തൊടുന്നില്ല. 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി കൂടി ഇടാൻ പോകും. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, കുരുമുളക്, അങ്ങനെ എല്ലാം കൂടിയുള്ള മിക്സർ. കുറഞ്ഞ തീയാണ് വെച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ലേശം വെള്ളം, ഇന്ന് ചിക്കനിലുള്ള വെള്ളം മുകളിലേക്ക് വരും. അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമാണ്, ഞങ്ങൾ തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മെല്ലെ വഴറ്റി ആവട്ടെ. ഇനി ഇതേപോലെ ഇത് കൈയെടുക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് വഴറ്റിക്കൊണ്ടിരിക്കണം. അടി പിടിക്കണത് നോക്കണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യാം. ഇനി ലാസ്റ്റ് ഞാൻ ആവുന്ന സമയത്ത് കാണിച്ചു തരാം. നിറയെ വെള്ളം വന്നിട്ട് ഇനി വെള്ളത്തിൽ ഇതിങ്ങനെ ആവണം. ഈ ഗ്രേവിയിൽ കിടന്നിട്ട് തന്നെ ഇതിങ്ങനെ ആയി ഒരു റോസ്റ്റായിട്ടുള്ള പരിപാടിയാണ്. മാക്സിമം നമ്മൾ ചെറിയ പീസാക്കിയിട്ട് നുറുക്കാൻ നോക്കണം. എന്നാലേ ഉള്ളൂ ഇതിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച്. ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതിൽ തക്കാളി നമ്മൾ ചേർക്കണില്ല. ഇതിപ്പോൾ ആവാനായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി നമ്മൾ അതിലേക്ക് ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ആ മണം അങ്ങനെ ആയിരിക്കും നിന്നോളൂ. ഇനി എന്തായാലും ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ പെരളൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വേറൊരു കിടില ഐറ്റമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ.